ഗുജറാത്തിലുണ്ടായത് വൻ ദുരന്തമാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വൻ വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരും ഈ യാത്രാവിമാനം തകർന്നു വീണ യാത്രാവിമാനത്തിൽ നിന്ന് ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഗുജറാത്ത് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗുജറാത്തിലെ മേഘാനി നഗറിലാണ് അപകടം ഉണ്ടായത്. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. ഈ അപകടത്തിൽ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു എന്നറിയില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയമായിരുന്നു. 60ഓളം വിദ്യാർത്ഥികൾ ഈ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് ഈ വിമാനം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അവിടുത്തെ കാഷ്വാലിറ്റീസിനെ കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടെയും നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ നന്ദഗോപൻ നൽകുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിൽ കത്തിപ്പിടിച്ച വിമാനം ഈ ഹോസ്റ്റലിനകത്തേക്ക് ഇടിഞ്ഞു വീഴുന്നത് കണ്ട് പല വിദ്യാർത്ഥികളും ഹോസ്റ്റലിൻ്റെ മുകൾ നിലയിൽ നിന്നുമൊക്കെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ പരിക്കേറ്റവർ നിരവധിയാണ്. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് ആ വിമാനത്തിൽ ആരും ജീവനോടെ ശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗുജറാത്ത് പോലീസിനെ, അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണറെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങൾ. നിലുമ, പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരം സൂചനകൾ ലഭിച്ചു എന്നുള്ളതാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അതായത് ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 242 പേരും അവർ വെന്തു മരിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്ന സൂചനകൾ. അതായത് വലിയ ആ തീഗോളത്തിലകപ്പെട്ട ആരും തന്നെ ജീവനോടെ അവർ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. 242 പേരും 230 യാത്രക്കാരും 12 ജീവനക്കാരും അവർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എല്ലാവരും ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചിരിക്കുന്നു. ആരും രക്ഷപ്പെട്ടിട്ടില്ല. വലിയ ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ അപകട സമയം ഈ ഹോസ്റ്റലിന് സമീപം അല്ലെങ്കിൽ ഹോസ്റ്റലിനുള്ളിൽ അതിൽ ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികൾ അവർ പരിക്കുപറ്റി ആശുപത്രിയിലുണ്ട്. അവർ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതാണ്ട് 5-6 വിദ്യാർത്ഥികൾ ICUവിൽ അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. അതേസമയം തന്നെ ഏതാണ്ട് 4 വിദ്യാർത്ഥികളെ കാണാനില്ല. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അങ്ങനെ വിദ്യാർത്ഥികളും ചിലരെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ വളരെ ഞെട്ടിക്കുന്ന ദാരുണമായ സംഭവം, വിജയ് രൂപാണി അടക്കം, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം മരണപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു എന്നുള്ളതാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു എന്നുള്ള വിവരങ്ങൾ. 242 പേർ ഈ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവർ, ഇതിനു പുറമെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അത്തരം സൂചനകൾ ഗുജറാത്ത് പോലീസ് കമ്മീഷണർ നൽകിയ വിവരങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്താ ഏജൻസികളും മറ്റും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിമാനത്തിലുള്ള മുഴുവൻ ആൾക്കാരും 242 പേർ മരിക്കുകയും 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഈ മരണസംഖ്യ കൊണ്ട് തന്നെ വ്യക്തമാകും. ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഈ ദുരന്തം അത് എത്രമാത്രം എത്ര ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഓരോ മനുഷ്യ ശരീരങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കരിക്കട്ടകളായി മാറിയിരിക്കുന്ന ദയനീയമായ ഭയാനകമായ കാഴ്ച ആണ് നമുക്ക് അവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുണ്ടായ ദുരന്തം. പല ശരീരഭാഗങ്ങളും ഏതാണ്ട് 1 കിലോമീറ്റർ വരെ തിരിച്ചു പോയിട്ടുള്ള അവസ്ഥയാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ തല വേറെ, ഉടല് വേറെ, അല്ലെങ്കിൽ കൈ, കാല് അങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ ദുരന്തം എന്ന് പറയുമ്പോഴും വളരെ ഭയാനകമായ രീതിയിലുള്ള വളരെ ദയനീയമായ ദുരന്തമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായത്. ആരും ഈ ദുരന്തത്തെ അതിജീവിച്ചില്ല. മുഴുവൻ ആൾക്കാരും 242 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ്
ഒപ്പം ഈ ഏതാണ്ട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചതായിട്ടുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ അത് ഇതുവരെയായിട്ടും ഈ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അവരെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികൾ ലഞ്ച് ടൈമായിരുന്നു. ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിന്റെ മെസ്സിൽ അടക്കമുണ്ടായിരുന്നു. ഇവർ പലരും മുകളിലത്തെ നിലയിൽ നിന്നും ഏതാണ്ട് 2ാം നിലയിലായിരുന്നു കൂടുതലും ആൾക്കാരുണ്ടായിരുന്നത്. 2ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയാണ് പലരും രക്ഷപ്പെട്ടത്. അങ്ങനെ താഴേക്ക് ചാടി പലർക്കും കാലിന് ഒടിവ് സംഭവിക്കുകയും മറ്റ് മുറിവുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. ഏതാണ്ട് 5 വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേറ്റ് ICUവിൽ തുടരുന്ന സാഹചര്യമാണ്. അതിന് പുറമെയാണ് 5 വിദ്യാർത്ഥികളെ കാണാനില്ല എന്നുള്ള പുറത്തു വരുന്നത്. ഇതിനൊപ്പം 242 പേർ, ഒരു മലയാളി അടക്കം 242 പേരുടെയും മരണം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അതിൽ ഉൾപ്പെടുന്നു. 169 ഭാരതീയർ, 52 ബ്രിട്ടീഷുകാർ, 7 പോർച്ചുഗീസുകാർ, അതേപോലെ തന്നെ ഒരു കനേഡിയൻ പൗരനടക്കം, അതേപോലെ തന്നെ 11 കുട്ടികളും, അതിൽ 2 നവജാത ശിശുക്കളും ഈ ദാരുണ സംഭവത്തിന് ഇരയായി, ഈ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെത്തും. ഒപ്പം തന്നെ വിജയവാഡയിൽ നിന്നും റാംമോഹൻ നായിഡുവും ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് തിരിച്ചു കഴിഞ്ഞു. 2 മന്ത്രിമാർ, ഒപ്പം തന്നെ കൂടുതൽ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും ഫോണിൽ താൻ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ പ്രധാനമന്ത്രിയും അഹമ്മദാബാദിലേക്ക് തിരിച്ചുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നു. എന്നാൽ അത് ഒരുപക്ഷെ ആ യാത്രയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇനി കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ സാധാരണക്കാരായ നിരവധി ആൾക്കാർ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടവർ, മലയാളി അടക്കം ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഇതിന് ഇരയായി എന്നുള്ളതാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ 23ാം റൺവേയിൽ നിന്നും പറന്നുയർന്നത്